ശബരിമല വിഷയം അതിൻ്റെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. ഇതിൻ്റെ എല്ലാം സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് നേരെ പോകുമ്പോൾ ആരുടെ പേര് അല്ലെങ്കിൽ ആരെ ചൂണ്ടിക്കാണിക്കുമെന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും രാജി, അതാണിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു വിഷയം. തങ്ങളുടെ പൗരാണികമായ വിശ്വാസത്തിൽ ഏറ്റിരിക്കുന്ന മുറിപ്പാടിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധവും പിണറായി പോലീസിൻ്റെ അഹമതിയും കേരള ജനത കണ്ടു. ജനക്കൂട്ടത്തിനെ അന്നും ഇന്നും ഭയപ്പെടുന്ന പിണറായി പോലീസ് കോൺഗ്രസ് നേതാക്കളെയും അംഗങ്ങളെയും അത്രയേറെ ക്രൂരമായിട്ടാണ് നേരിട്ടത്. ഇപ്പോഴിതാ തങ്ങൾ മിണ്ടാതിരുന്നാൽ രക്ഷയില്ല എന്ന് കണ്ടിട്ടാകാം പിണറായിയുമായുള്ള അവിശുദ്ധ ബാന്ധവമൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള BJPയുടെ വീണ്ടുമുള്ള കടന്നുവരവ്. മഹിളാ മോർച്ചയാണ് പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എത്തിയത്. ഇനിയും മിണ്ടാതിരുന്നാൽ ഒടുവിലത്തെ താമരയെയും അത് ബാധിക്കുമെന്ന ബോധ്യം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞു. അതിനാലാണ് കോൺഗ്രസ് ഇത്തരത്തിൽ അവിശുദ്ധ ബന്ധങ്ങൾ തുറന്നു പറയുമ്പോൾ BJP മൗനം വെടിയണമെന്ന തീരുമാനം എടുത്തതിന് പിന്നിലും. എങ്കിലും BJP നേതൃത്വത്തിനോ പുരുഷ നേതാക്കന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ മഹിളാ മോർച്ച അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. തങ്ങളുടെ RSS ശാഖയിൽ ഒരു യുവാവ് ലൈംഗിക പീഡനത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തപ്പോൾ ഇതിനെതിരെ യാതൊരു പ്രതിഷേധവും ഉയർത്താത്തവർ ഇത്തരത്തിൽ ശബരിമല വിഷയത്തിൽ മുന്നിട്ടിറങ്ങണമെങ്കിൽ അതിനു പിന്നിലും ശക്തമായൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പറയാൻ കഴിയുള്ളൂ. ഇരുപക്ഷങ്ങളിൽ നിന്നുമുള്ള എതിർപ്പുകൾ എന്തായാലും കൊല്ലും കൊലയും കൈമുതലാക്കിയവർക്ക് നല്ലൊരു പ്രതിരോധം തന്നെയാണ് തീർക്കുന്നത്. മുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്ന മഹിളാ മോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എന്തായാലും കാട്ടുകള്ളന്മാരുടെ പരമ്പരയ്ക്ക് തന്നെ അങ്ങേയറ്റം തിരിച്ചടിയാണ് മഹിളാ മോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പിണറായിക്ക് പല കാര്യങ്ങളിലും കൂട്ടുനിന്ന BJPയുടെ മൗനം പലരിലും സൃഷ്ടിച്ചിരിക്കുന്ന ആത്മസംഘർഷങ്ങളുടെ പരിണിത ഫലമാണ് ഇപ്പോഴത്തെ ഈ സ്ത്രീകളെ മുൻനിർത്തിയുള്ള പ്രകടനങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും BJPയുടെ നേതൃത്വം, BJPയുടെ പുരുഷ നേതാക്കൾ ഇപ്പോഴും CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ പ്രതികരിക്കുന്നില്ല, സമരം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ വലിയൊരു ദുരൂഹത അതിൽ കാണുന്നു. എങ്കിലും ഈ നേതൃത്വത്തിനെതിരെ മഹിളാ മോർച്ച തന്നെ രംഗത്ത് വന്നത് അവർക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.